ഭീതി പടർത്തി കാട്ടാന പടയപ്പ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങി. ദേവികുളം ODK ഡിവിഷനിൽ ലയങ്ങൾക്ക് സമീപമാണ് ഇപ്പോൾ പടയപ്പയുള്ളത്. പടയപ്പയുടെ ദൃശ്യം കണ്ടില്ലേ? ഇപ്പോൾ യഥാർത്ഥത്തിൽ മൂന്നാറിൽ അധിവസിക്കുന്ന ഒരു അന്യസംസ്ഥാന തൊഴിലാളിയെ പോലെ ആയിട്ടുണ്ട്. ഈ പടയപ്പ എപ്പോഴും അവിടെ ഉണ്ട് കേട്ടോ. പടയപ്പയുടെ വിദഗ്ധൻ, പടയപ്പയെ കഴിഞ്ഞ കുറച്ച് കാലമായി കണ്ട് പരിചയിച്ച് ഉറങ്ങുന്ന രാഹുൽ വിജയൻ നമുക്കൊപ്പം ചേരുന്നു. രാഹുലെ, ഫ്രണ്ട് എന്താ പറയുന്ന വിവരങ്ങൾ? ഇന്നലെ വൈകിട്ടാണ് ഈ ദേവികുളം ഭാഗത്തേക്ക് പടയപ്പ എത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. RRTയുടെ നിരീക്ഷണമുണ്ട്. പക്ഷേ അതൊക്കെ മറികടന്നുകൊണ്ടാണ് ഈ ജനവാസ മേഖലയിലേക്ക് നിരന്തരം പടയപ്പ ഇറങ്ങുന്നത് എന്നുള്ളതാണ് ആശങ്കയുണ്ടാക്കുന്ന കാര്യം. ദേവികുളം ODK ഡിവിഷനിൽ ഇന്ന് പുലർച്ചയോടുകൂടി എത്തിയ ഈ പടയപ്പ വ്യാപകമായിട്ട് അവിടെ ഭീതി പടർത്തുകയും ചെയ്തിട്ടുണ്ട്. ചെറിയ കൃഷിവിളകളൊക്കെ നശിപ്പിക്കുകയും ചെയ്തു. ഈ തോട്ടം തൊഴിലാളികൾക്ക് ഉൾപ്പെടെ വലിയ ആശങ്ക ഈ പടയപ്പ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. പിന്നീട് അതൊരല്പം മാറി ഈ ലോക്ക്ഹാർട്ട് എസ്റ്റേറ്റ് ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. നിലവിൽ ഈ ലോക്ക്ഹാർട്ട് ഭാഗത്താണ് ആ പടയപ്പ ഉള്ളത്. അതും ജനവാസ മേഖലയാണ്. ലയങ്ങളുടെ തൊട്ടടുത്ത് തന്നെ പടയപ്പ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. ഇതിനെ ഒരു വനമേഖലയിലേക്ക് തുരത്തുക എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. മൂന്നാറിനെ സംബന്ധിച്ചിടത്തോളം ചോല വനങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു ഉൾവനത്തിലേക്ക് തുരത്തുക എന്നുള്ളത് അപ്രായോഗികമായിട്ടുള്ള കാര്യമാണ്. അതിനപ്പുറത്തേക്കും ഈ പടയപ്പ ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി പരത്തുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് RRT ചെയ്യേണ്ട ഉത്തരവാദിത്തം. അതവർ കൂടുതൽ കാര്യക്ഷമമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. അത് എത്രയും വേഗം നടപ്പാകട്ടെ എന്നുള്ളതാണ് നമുക്കും പ്രത്യാശിക്കാനുള്ളത്. വിജയനാണ് വിവരങ്ങൾ നൽകിയത്.